2020 ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയ പൈസയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നിറങ്ങിയ മുടി അത്ര ഭയങ്കര ഭംഗിയൊന്നുമില്ലായിരുന്നു കാണാൻ. പക്ഷേ എങ്കിലും എനിക്ക് മുടി വളർത്താൻ വേണ്ടിയിട്ട് വലിയ പൈസയൊന്നും ആയില്ല. ഞാനാണെങ്കിൽ ഈ അങ്ങാടി കടയിൽ നിന്നുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് മുടിയും വളർത്തിയെടുത്തത്. അങ്ങാടി കടയിൽ മാത്രമല്ല, നമ്മൾ അടുക്കളയിലുള്ള സാധനം, ചുറ്റിനുള്ള ചെടികൾ, ഇതൊക്കെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ മുടി വളർത്തിയെടുത്തത്. അതുകൊണ്ട് ഹെയർ കെയർ കംപ്ലീറ്റ്ലി എക്സ്പെൻസീവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ സ്കിൻ കെയർ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ ഉള്ള പൈസ അത്രയും സ്കിന്നിന് ഇൻവെസ്റ്റ് ചെയ്യും, ഹെയറിന് പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമായിരുന്നു. നിങ്ങളും ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഹെയർ കെയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും ഒരു ഫലവും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഡക്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഹെയർ കെയർ ചെയ്യാം. ആദ്യമേ പൈസ ഇൻവെസ്റ്റ് ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ 1 ഇയർ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി വരെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. വളരെ അഫോർഡബിൾ ആണ്. ഏകദേശം എല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ 300 രൂപയ്ക്കകത്തേ ആവത്തുള്ളൂ. ഇതൊന്നും നിങ്ങളുടെ വീടിനടുത്തില്ല, അങ്ങാടിക്കടയും വീടിനടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓൺലൈനിൽ പൊടികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഹോസ്റ്റലേഴ്സിനും അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും എല്ലാവരും ഹെയർ കെയർ ചലഞ്ചിൽ പങ്കെടുക്കണേ.